ഹായ് ഹോൾ, വെൽക്കം ബാക്ക്. എന്നും എൻ്റെ വീഡിയോസ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരല്. ഇന്ന് ഞാനൊന്ന് ചേഞ്ച് ആക്കുകയാണ്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടത്തേക്ക് വരുന്ന ഒരു വീഡിയോസ് ആട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഈ മരത്തുമ്മ പറ്റുണ്ടായ വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല കേട്ടോ. ഇവരാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്നിട്ട് ഓരന്നെ ഞങ്ങൾക്ക് അറുത്തരുക കേട്ടോ. ഈ ബട്ടറിനുണ്ടല്ലോ ചില സമയത്ത് ഓന്തിൻ്റെ സ്വഭാവം കേട്ടോ. ചിലപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമായിരിക്കും, എന്നാൽ ചിലപ്പം കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കിതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ളവർക്കായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ബാഗ് എൻ്റെ ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ അത് നോക്കിയപ്പോൾ നെയ്മർ ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, മെസ്സി ഉണ്ട്. ഇതൊക്കെയാണ് ഇവരെ പരിപാടി കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്നിട്ട് അതൊന്ന് വെള്ളം ചോർന്നതിന് ശേഷമാണ് മസാലകളും കാര്യങ്ങളും തേച്ചിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാറ്. കുറച്ചധികം എണ്ണ ഒഴിച്ചാലാണ് അതിങ്ങനെ ഉടയാതെ നല്ല ഇതായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറി വെച്ചിട്ടുണ്ട്, ചോറ് റെഡിയായി, പപ്പടം വരെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് അങ്ങ് ഗ്രേവി പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്നൊരു കോള്, ലൊക്കേഷൻ ചോദിച്ചുകൊണ്ട് ഞങ്ങളിവിടെ എത്താറായിക്കണിട്ട് വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞിട്ടോ. പടച്ചിറപ്പേ എന്ത് കൊടുക്കുന്നുള്ള ടെൻഷനിലാണ് പെട്ടെന്ന് ബ്രെഡ് ഞങ്ങളെ കണ്ണുപെട്ടത്. പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ ചിക്കൻ വെച്ച് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക വെച്ചിട്ട് ബ്രെഡ് ഇത് പിന്നെ ബ്രെഡും പാക്കറ്റിലൊരു അധികം പറ്റാമല്ലോ. അപ്പോൾ പിന്നെ അത് ഈ കാര്യത്തിൽ ഏതായാലും ഉപകാരപ്പെട്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വേസ്റ്റും കൊട്ടേക്കാവും. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ബാക്കിയുണ്ട് തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക കേട്ടോ. വീട്ടിൽ ഏകദേശം ഉള്ള പച്ചക്കറിയൊക്കെ കൂടി എടുത്ത് തൊലി കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒരു ചോപ്പറിലിട്ടിട്ട് ഒരു മീഡിയം സൈസ് പോലെയാണ് ഞങ്ങൾ ഈ ഒരു ഏകദേശം നല്ല പൊടിയാവാതെ ഈ ഒരു ഇതിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കനും കൂടെ വേണം. അപ്പോൾ നമ്മൾ ആ ഗ്രേവിയിൽ നിന്ന് തന്നെ എടുത്ത് ഫ്രൈ ചെയ്തെടുത്താട്ടോ. ഇങ്ങനെ എല്ലില്ലാത്തത് നോക്കിയിട്ട് ഇങ്ങനെ ചോപ്പറിലിടുകയാണ്. എല്ലുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതിങ്ങനെ തിരഞ്ഞെടുത്തിട്ട് വേണം ചോപ്പറിൽ ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണേ. നല്ല പൊടിയാവും വേണ്ട, എന്നിട്ട് വലിയ വലിയ പീസാവും, അങ്ങനത്തെ രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചോപ്പ് ചെയ്ത മിക്സിക്ക് കുറച്ച് മയോണീസാട്ടോ ഒഴിക്കുന്നത്, ടൊമാറ്റോ സോസും അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടിരിക്കണേ. പിന്നെ ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിക്ക് വേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിക്ക് കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കും എന്താ എത്ര കുറച്ച് ചപ്പിട്ടെന്ന്. സത്യത്തിൽ ചപ്പ് ഉണ്ടായിരുന്നില്ല, ഉള്ള ചപ്പ് അങ്ങ് ഇട്ട് കൊടുത്താണ് കേട്ടോ. കുറച്ചും കൂടി ചപ്പിട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിക്ക് 2 മുട്ടയും കുറച്ച് ഉപ്പിട്ട് കണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് വിസ്ക് കൊണ്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പിന്നെയാണ് തോന്നിയത് ഒരു മുട്ടയും കൂടെ വേണ്ടി വരും, കാരണം അത്യാവശ്യം ബ്രെഡ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇതിൽ മുക്കുക, അതേപോലെ നമ്മൾ ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിങ്ങനെ വേറിട്ട് പോരരുത്. ആ 2 ബ്രെഡും നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കണം കേട്ടോ. പിന്നെ ആ ബ്രെഡ് ക്രംസിൽ മുക്കിയ കൈ കൊണ്ട് തന്നെ മുട്ടയിൽ മുക്കരുത് കേട്ടോ. പിന്നെ ആ ഒരു എന്താ പറയുക, ഇതിങ്ങോട്ട് നമുക്ക് റെഡി ആയി കിട്ടൂല. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ല റെഡി ആയിട്ട് 2 കൈയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനിപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണമെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ മുട്ടയിൽ മുക്കിയ കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് കിട്ടൂല. കാരണം ഒക്കെ കൂടെ ആകെ മിക്സ് ആകുമ്പോൾ ആകെ വൃത്തിയേടായ പോലെ തോന്നും. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒരു പെർഫെക്റ്റായിട്ട് തോന്നൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് അങ്ങനെ എല്ലാതും മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി എണ്ണ നന്നായിട്ട് ചൂടായിന്ന്. പക്ഷേ ഇട്ട സമയത്ത് ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോട്ടാ. അങ്ങനെ പിന്നെ അത്യാവശ്യത്തിൽ ചുട്ടെടുക്കാൻ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിളാണ്, അല്ല പെട്ടെന്ന് എന്താ പറയുക വെന്ത് കിട്ടുമല്ലോ എന്ന്. അങ്ങനെയല്ല, അത്യാവശ്യം കുറച്ച് ടൈം വേവിക്കാൻ കേട്ടോ. പിന്നെ ഗസ്റ്റുകൾ എത്താറായല്ലോ, ആ ഒരു ടെൻഷനിൽ എടുത്ത ചട്ടകം മാറിപ്പോയിട്ടാ. പിന്നെയാണ് റബ്ബേ ഇതല്ലല്ലോ ചട്ടകം എന്നുള്ളതിൽ വേഗം അങ്ങോട്ട് പോയി ചട്ടകം മാറ്റിയിട്ട് ശരിക്കുള്ള ചട്ടകം എടുത്തോടുന്നു കേട്ടോ. മറിക്കണേ കോരി അങ്ങനെ ഇത് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഗസ്റ്റ് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് മുറിച്ചാൽ നോക്കിയപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ സംഭവം ഇവിടെ പ്ലേറ്റിൽ വെച്ചിട്ട് മുറിക്കുന്നതാണ് എൻ്റെ കയ്യിന് സേഫ് എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പോക്കറ്റ് ഉണ്ടല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഇതാണ് പോക്കറ്റ് ഷവർമ. ആ പോക്കറ്റിലാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ചേർക്കുക.
എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം. ഇതൊരു 2 ഒന്നെണ്ണ കഴിച്ചാൽ വയറ് നന്നായിട്ട് ഫില്ലായ പോലെയാണ് തോന്നുക. പിന്നെ നമുക്ക് ഈവനിങ് സ്നാക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. കാരണം കൂടുതൽ വെജിറ്റബിളും കാര്യങ്ങളായതുകൊണ്ട് തന്നെ. പിന്നെ ആകെ ഒരു പ്രശ്നമുള്ളത് പറഞ്ഞാൽ മയോണൈസാണ്. ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവർക്കും ഗസ്റ്റുകൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിന്. ഗസ്റ്റുകളൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ അതാ വൈകുന്നേരമായപ്പോഴുള്ള വലിയൊരു ടാസ്ക് ലഞ്ചും ബോക്സും സ്നാക്ക് ബോക്സും അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനിതാ ഓൻ്റെ സൈക്കിൾ പോരാനായിട്ട് ബുദ്ധിമൊന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ പാവല്ലേ, കുട്ടികളുടെ ഒരാഗ്രഹമല്ലേ വെച്ചിട്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്താൽ നോക്കിയതാണ്. ഒക്കെ കൂടെ പൊളിഞ്ഞാടി താഴത്ത് വീണിട്ടുണ്ട് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, സേഫാണ്, ആൾക്കൊരു കുഴപ്പമില്ല. വീണ്ടും ഞാനൊന്നും കൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ഓനെ മെല്ലെ മെല്ലെ പഠിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. കാലെത്താത്ത ചെറിയൊരു പ്രശ്നമാണ്. അങ്ങനെ എൻ്റെ കുട്ടി പിന്നെ സ്കൂളിൽ തന്നാൽ തുടങ്ങും ഭയങ്കര പഠിത്താട്ടാ. എത്ര ദിവസമാണെന്നൊന്നും അറിയില്ല, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? പൂച്ച. നല്ല രസമുണ്ട് കേട്ടോ. ഇതിന് കളർ കൊടുക്ക്. ഏതെങ്കിലും പൂച്ചക്ക് എന്ത് കളറാ ഉണ്ടാവുക? പൂച്ചക്ക് എന്ത് കളറാ ഉണ്ടാവുക? ആ, ബ്ലാക്കും വൈറ്റും കൂടെ കൊടുത്തു. ബ്ലാക്കും വൈറ്റും ഏതാ? യെസ്, വെരി ഗുഡ്. ബ്ലാക്കും വൈറ്റും വെച്ചിട്ട് പൂച്ചക്ക് കൊടുക്കേ. കണ്ണിന് ബ്ലാക്ക്. നമ്മളെ കാത്തൂല്ലേ, കാത്തൂനിങ്ങനെ ആലോചിച്ചിട്ട് കാത്തൂന് എവിടെയാണ് വെള്ള എവിടെയാണ് കറുപ്പ് എന്ന് ആലോചിച്ച് കൊടുത്തോട്ടാ. കാർത്തൂൻ്റെ പോലെ കൊടുക്കട്ടാ. ഇതാ ഞാൻ പറഞ്ഞത് വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് എന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം.